നമസ്കാരം. മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിനെ പറ്റി കുന്നംകുളത്തുകാർക്ക് കൂടുതൽ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ജീവിതത്തോട് അത്രമേൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്നൊരു സ്ഥാപനമാണ് മലങ്കര ഹോസ്പിറ്റൽ. 1981 കുന്നംകുളം അടുപ്പൂട്ടിയിൽ മലങ്കര ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത്. കേവലം ഒരു ക്ലിനിക്കിൻ്റെ സൗകര്യത്തോടുകൂടി 10 കിടക്കകളുമായി ആരംഭിച്ച മലങ്കര ഹോസ്പിറ്റൽ ഇന്ന് അരനൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ പ്രധാന ഹോസ്പിറ്റലുകളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരു ഹോസ്പിറ്റലായി മാറിക്കഴിഞ്ഞു എന്നത് കാണാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം, മലങ്കരയുടെ പ്രവർത്തനങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഉയർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർമാരുടെ കാര്യത്തിലാവട്ടെ, പുതിയ മെഷീനറീസിൻ്റെ കാര്യത്തിലാവട്ടെ, എല്ലാം തന്നെ വളരെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ തരത്തിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് ഇവിടെ ആരംഭിക്കാനിരിക്കുന്നത്, ഇതെല്ലാം നമ്മോട് പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സെക്രട്ടറി KP സാക്സനും അഡ്മിനിസ്ട്രേറ്റിംഗ് ഓഫീസർ ഡിക്സനുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. സാക്സേട്ടാ, ഇപ്പോൾ നമ്മൾ 81 ആരംഭിച്ച് ഏതാണ്ട് ഒരു അരനൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നു മുതൽക്കുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്, ഇപ്പോൾ പുതിയതായി ഇനി എന്തൊക്കെയാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ 81 ഇത് ആരംഭിക്കുമ്പോൾ എന്താണ് ഒരു ആതുര സേവന രംഗത്തേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് അങ്ങനെ ഒരു ചിന്താഗതി എന്താണ് ഉണ്ടാവാൻ കാരണം? അത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? 1978 എന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആശയം ഇവിടെ ഉടലെടുത്തത്. അന്ന് MGOCism ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും അതിൽ നിന്ന് ചെറിയൊരു വരുമാനം വരികയും, അന്ന് കാലത്ത് MGOCisത്തിൻ്റെ എല്ലാം നേതൃത്വം വഹിച്ചിരുന്നത് അങ്കമാലി ഭദ്രാസനത്തിലെ ഡോക്ടർ തേഫലോസ് തിരുമേനിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുന്നംകുളത്ത് ബദിനി സ്കൂളിൽ വരികയും നമുക്ക് എന്താ ഈ സംഖ്യ 3000 രൂപ കിട്ടിയിട്ടുണ്ടല്ലോ, നമുക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ എന്താണെന്ന് പറഞ്ഞു. വലിയ ചിലവുള്ള കാര്യമാണ്, അതിന് സ്ഥലങ്ങളെല്ലാം വേണം. അപ്പോൾ അങ്ങനെ പല വ്യക്തികളെയും, അന്നത്തെ പല മേഖലയിലും പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് അദ്ദേഹം സംസാരിക്കുകയും, അങ്ങനെ 17 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഒരു ആതുര സേവന രംഗത്ത് നമുക്കിങ്ങനെ ഹോസ്പിറ്റൽ തുടങ്ങിയാൽ ആശീർവദിക്കുകയും ഒരു മീറ്റിംഗ് കൂടുകയും, അതിന് വെളിച്ചത്തിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ ഒരാൾ മുന്നോട്ട് വരികയും, അങ്ങനെ സ്ഥലം വാങ്ങിച്ച് ഒരു മലങ്കര മെഡിക്കൽ മിഷൻ എന്നൊരു ഹോസ്പിറ്റൽ എന്ന പേരിൽ ആതുര സേവനത്തിലേക്ക് ഇറങ്ങാം എന്നൊരു, അന്നൊന്നും ഹോസ്പിറ്റലൊന്നും കുന്നംകുളത്തുള്ള ഒരു കാലഘട്ടമല്ല. അങ്ങനെ ഈ കൂട്ടം അന്നത്തെ 17 പേരടങ്ങുന്ന കമ്മിറ്റി രൂപീകരിക്കുകയും മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ പേര് അന്ന് നൽകുകയുണ്ടായി. ഇത് ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അന്ന് ബസീലിയസ് പ്രഥമൻ ഒന്ന് ആയിരുന്നു അന്നത്തെ ബാബു തിരുമേനി. അദ്ദേഹത്തിനും ഈ ഹോസ്പിറ്റലിൻ്റെ ഒരാശയം ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം മുൻകൈ എടുത്തു. അങ്ങനെ മലങ്കര സഭയുടെ പേരിൽ ഈ ഹോസ്പിറ്റൽ തുടങ്ങുകയാണ് ഉണ്ടായി. അന്നത്തെ കാലഘട്ടത്തിൽ തുടങ്ങാനുള്ള സാഹചര്യം വന്നത്. അത് അവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ക്ലിനിക്കായിട്ട് തുടങ്ങി വന്നു. അത് പിന്നീട് പീഡിയാട്രിക്കും അതുപോലെ തന്നെ ഗൈനിക് ഡിപ്പാർട്ട്മെൻറ്റാണ് ആദ്യകാലത്തോടെ ഉണ്ടായിരുന്നത്. ചെറിയൊരു ഹോസ്പിറ്റൽ, ഒരു വലിയൊരു ഷെഡ്, അതൊന്നും അവിടുത്തെ കാഷ്വാലിറ്റി ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി മെല്ലെ മെല്ലെ അത് ചെറിയ പുരോഗതിയിലേക്ക് വന്നു കൊണ്ടിരുന്നു. ഇപ്പോൾ വർഷം ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഏകദേശം 200 പരം ബെഡുള്ള ഒരു ആധുനിക സൗകര്യത്തിന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് മലങ്കര ഹോസ്പിറ്റൽ മിഷൻ വളർന്നിരിക്കുകയാണ്. അതിന് പിന്നിലെ ഒരുപാട് സഭയിലെ മേലധ്യക്ഷന്മാരുടെയും അതുപോലെ തന്നെ പലരുടെയും ഒരു കൂട്ടായ പ്രവർത്തന ഫലമാണ്. അന്നത്തെ പല എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാരുണ്ട്, മുൻകാലങ്ങൾ സെക്രട്ടറിമാരുണ്ട്, മുൻകാല ട്രഷറർമാരുണ്ട്, കമ്മിറ്റി അംഗങ്ങൾ, ഇവരെല്ലാം കൂട്ടായ പ്രവർത്തന ഫലമായിട്ടാണ് ഹോസ്പിറ്റൽ ഇന്ന് ഈ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. അന്ന് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് അന്ന് ദീർഘകാല സെക്രട്ടറി ആയിരുന്ന KT പാവണ്ണി അദ്ദേഹം സ്ഥലം വാങ്ങിച്ച് അതിനുള്ള ഒരിക്കലും 1.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. അതിലേക്കെല്ലാം ഒരു കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച് നല്ല രീതിയിൽ അന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ബിൽഡിങ്ങെല്ലാം കെട്ടി വച്ചിരുന്നു. ഒരുപാട് ബിൽഡിങ്ങൾ. ഇന്നിപ്പോൾ മലങ്കരയിൽ കാണുന്ന ഭൂരിഭാഗം ബിൽഡിങ്ങുകളെല്ലാം അന്ന് കാലത്ത് തന്നെ അവിടെ അതിന് പണി പൂർത്തീകരിച്ച നിലയിലുണ്ടായിരുന്നു. ഇന്ന് അതിന് ഓരോ വാർഡുകളും തുടങ്ങി ഇന്ന് വലിയൊരു നേരത്തെ പറഞ്ഞ പോലെ MRI സ്കാൻ അടക്കം, ഒന്നാമത്തെ MRI സ്കാനില്ല, മൾട്ടി ഡിജിറ്റൽ മാഗ്നറ്റം ഫ്രീ ഡിജിറ്റൽ MRI കേരളത്തിൽ ആദ്യമായിട്ടൊക്കെ കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ്
നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത്. അത് കാരണം ആദ്യത്തെ MRI യൂണിറ്റാണ്. അതുപോലെ തന്നെ കാത്ത് ലാബ്, CT സ്കാൻ, അങ്ങനെ വേണ്ട അധിക രീതിയിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഇന്ന് മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 28 പരം ഡിപ്പാർട്ട്മെൻറ്റ്, ന്യൂറോളജി, കാർഡിയാക്ക്, അതുപോലെ തന്നെ പൾമനോളജി, ന്യൂറോ വിഭാഗം, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ വിഭാഗങ്ങളും ഞാനതിലേക്ക് മുഴുവൻ ഈ സമയത്ത് പറയാൻ സാധിക്കില്ലെങ്കിലും 28 പരം വിവിധ വിഭാഗങ്ങൾ ഇന്നിവിടെ ഒരു രോഗി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ചികിത്സയ്ക്കുള്ള ഏത് ചികിത്സ വേണമെങ്കിലും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് മലങ്കര മെഡിക്കൽ മിഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വലിയൊരു ബൂസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പല ഡിപ്പാർട്ട്മെൻറ്റ് പുതിയതായിട്ട് തുടങ്ങാൻ. ഇപ്പോൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിപ്പോൾ മലങ്കര മെഡിക്കൽ മിഷനിൽ തുടങ്ങി. പണ്ട് ഓങ്കോളജി ഉണ്ടായിരുന്നില്ല. അതിനെ കീമോതെറാപ്പി യൂണിറ്റ് ഇവിടെ തുടങ്ങാൻ സാധിച്ചു. അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് ഇന്ന് മലങ്കര ഹോസ്പിറ്റൽ മാറിയിട്ടുണ്ട്. മലങ്കര എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. അതായത് വിഷചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും മലങ്കര ഹോസ്പിറ്റലിൽ ആദ്യകാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത്. കാരണം തൃശ്ശൂർ ജില്ലയിൽ തന്നെ വേറെ എവിടെയും അങ്ങനെ പാമ്പ് കടിയേറ്റു എന്നാൽ നമുക്ക് മലങ്കരയിലേക്ക് പോവുക എന്ന് പറയുന്നൊരു നിലപാടുണ്ടായിരുന്നു. എന്താണ് ഈ വിഷചികിത്സയായിട്ട് മലങ്കരയുടെ പേര് ഇത്രത്തോളം? അന്ന് ആധുനിക സേവന രംഗത്ത് ഈ ഒരു പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അതിൽ ചികിത്സ സമ്പ്രദായങ്ങൾ ഗവൺമെൻറ് തലത്തിലുണ്ടെങ്കിൽ തന്നെ അതത്ര വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല. അന്ന് മലങ്കര ഹോസ്പിറ്റലിൽ അതിനനുസരിച്ചുള്ള മരുന്നുകളെല്ലാം വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാനും അതിൽ പ്രത്യേക വൈദ്യന്മാർ, ഡോക്ടേഴ്സെല്ലാം അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും അവിടെ നിലവിലുണ്ട്. അപ്പോൾ മരുന്ന് കഴിഞ്ഞാൽ പാമ്പ് കടിച്ചാൽ മലങ്കര ഹോസ്പിറ്റലിൽ പോവുക അന്ന് ഒരു വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഒരു കാർഡിയാക് സർജറിക്ക് ഇപ്പോൾ മലങ്കര വരുന്ന പോലെ തന്നെ അന്ന് പാമ്പ് കടി കടിച്ചാൽ മലങ്കര ഹോസ്പിറ്റൽ, അത് ഒരു 100% ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ മലങ്കര ഹോസ്പിറ്റൽ പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണക്കാരൻ്റെ ഹോസ്പിറ്റലാണ്. മറ്റു പല ഹോസ്പിറ്റലിലും നമ്മുടെ കേരളത്തിലുടനീളം ഉണ്ടെങ്കിലും ആധുനിക സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ വളരെ ചുരുങ്ങിയ നിരക്കിൽ അല്ലെങ്കിൽ വലിയ ചുരുങ്ങിയ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഞങ്ങൾ ഇന്ന് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ MRI ഈ സ്കാനർ എടുക്കുന്നതിന് മറ്റു ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ 5500 രൂപ വരുന്ന MRI സ്കാൻ എടുക്കാൻ സൗകര്യം നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ഘടകമാണ്. സാധാരണ ജനങ്ങൾക്ക് മലങ്കര ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അതിന് നല്ല സേവനം ലഭിക്കുകയും നല്ല ശുശ്രൂഷ രംഗത്ത് ആധുനിക സൗകര്യവും കൂടിയിട്ടുള്ള ടെക്നോളജിയിൽ കൂടിയിട്ടുള്ള എല്ലാ സേവനവും ലഭിക്കുകയും മിതമായ ചെലവും. നമുക്കറിയാം ഇന്നൊരു രോഗിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അറിയാം അത്രയധികം ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക ചിലവുള്ളൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടാവണമെന്നില്ല. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ മുഴുവനായിട്ട് ലഭിക്കാൻ അതിന് സാധ്യതയില്ല. ഈ കാലഘട്ടത്തിൽ മലങ്കര ഹോസ്പിറ്റലിൽ ഇന്ന് കുന്നംകുളത്ത് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഈ ചികിത്സാ രംഗത്ത് ഈ സാമ്പത്തിക ചിലവ് കുറഞ്ഞ ചികിത്സാ രംഗത്ത് അതിലെ എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഇവിടെ മലങ്കര മിഷൻ ഹോസ്പിറ്റലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളല്ല അത് പറയുന്നത്. കാരണം ജനങ്ങൾ ഇവിടുത്തെ OP ആയാലും IP ആയാലും എല്ലാം ജനങ്ങളിപ്പോൾ വന്നാൽ നമുക്ക് ഡോക്ടേഴ്സിന് ടോക്കൺ കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 200 ചില ദിവസങ്ങൾ 900 പരം OP ഇവിടെ വരുന്ന ദിവസങ്ങളുണ്ട്. അത് ജനങ്ങളുടെ വിശ്വാസമാണ്. പിന്നെ ഇവിടെ വർക്ക് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ കാര്യം എടുത്താൽ തന്നെ വളരെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള വലിയൊരു വിഭാഗം ഡോക്ടേഴ്സെല്ലാം വരുന്നത് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്നാണ്. CMC ഹോസ്പിറ്റലിൻ്റെ ഡോക്ടേഴ്സാണ് കുതികളുള്ളത്. അപ്പോൾ അങ്ങനെ അത് ടീം വർക്ക്. അവരിപ്പോൾ 80 പരം ഡോക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ടീം വർക്കും അവർ ഡെഡിക്കേറ്റഡ് സർവീസ് വെറും മോണിറ്ററി ബെനിഫിറ്റ് മാത്രം നോക്കി ഒരു ആതുര സേവന രംഗത്ത് നമുക്ക് ഒരു കുറഞ്ഞ ചിലവിൽ എല്ലാവരും സേവനത്ത് കൂടി ഇപ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് കൂടി സഹകരണങ്ങളോട് സാധിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാടും കൂടി ഈ മലങ്കര ഹോസ്പിറ്റലിലുണ്ട്. ഇപ്പോൾ ഡിക്സറ്റിനോട് കഴിഞ്ഞ ഒരു വർഷക്കാലം അല്ലെങ്കിൽ കോവിഡിന് ശേഷമുള്ള പുരോഗമനം അത് മലങ്കരയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു പുരോഗതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ടെക്നോളജി ഒരുപാട് പുതിയ രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്? കോവിഡിൻ്റെ കാലശേഷം എന്ന് പറയുകയാണെങ്കിൽ ടെക്നോളജിയിൽ നമുക്ക് കാത്ത് ലാബ് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. അപ്പോൾ അതോടുകൂടി നമുക്ക് എന്താണെങ്കിലും 2500 പരം കാത്ത് ലാബ് കേസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് 24 മണിക്കൂറും സുസജ്ജമായ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതൊരു നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വളർച്ചയിൽ പ്രധാന ഘടകമായിരുന്നു. പിന്നെ കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് പൾമനോളജി വിഭാഗമാണ്. ഇപ്പോഴും നമുക്ക് ധൈര്യമായിട്ട് പറയാം തൃശ്ശൂർ ജില്ലയിൽ തന്നെ
സെക്രട്ടറി പറഞ്ഞ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പൾമോളജി വിഭാഗം. പൾമോളജി വിഭാഗത്തിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തൊറാക്കോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി, PFT തുടങ്ങിയ എല്ലാവിധ പ്രൊസീജിയറുകളും ചെയ്യുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ മാത്രമല്ല, പ്രൊസീജിയറുകളും മലങ്കര ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റൽ സംബന്ധിച്ച് വരുന്നതിൻ്റെ സെക്രട്ടറിക്ക് വന്നതിന് ശേഷം നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി. മിഷനറീസൊക്കെ എല്ലാം നമ്മൾ ഇപ്പോൾ തിയേറ്ററിലാണെങ്കിലും ഒരു 4K മിഷൻ നമുക്ക് ആർട്രോസ്കോപ്പി യൂണിറ്റ് സ്ഥാപിക്കാൻ പറ്റി. MRI വന്നു, CT വന്നു. ഇതൊക്കെ ഈ ചുരുങ്ങിയ ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മഹത്തായ ഒരു കാര്യമാണ്. അപ്പോൾ മിഷനറി എക്യുപ്മെൻറ്റ്സ് നമുക്ക് എന്തായാലും നമുക്ക് അപ്ഡേഷൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോയുള്ളൂ. അപ്പോൾ അതെന്തായാലും നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ മിഷനറീസും എക്യുപ്പൈഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ന്യൂറോളജി വിഭാഗം നമ്മൾ ആരംഭിച്ചു. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ സർജറികൾ ചെയ്തു തുടങ്ങി. സെക്രട്ടറി പറഞ്ഞ പോലെ നമുക്കൊരു തിയേറ്റർ കോംപ്ലക്സ് പണിതുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ 2 to 3 months തിയേറ്റർ കോംപ്ലക്സിന് വർക്ക് ചെയ്യുന്നതോടുകൂടി ഫുൾ ഫ്ലഡ്ജ്ഡ് ന്യൂറോ സർജറി വിഭാഗം നമുക്ക് ആരംഭിക്കും. ന്യൂറോളജി വിഭാഗത്തിൽ ഡോക്ടർ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് MRI ഇല്ലാത്തൊരു കുറവ്, നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ കുന്നംകുളത്ത് ആദ്യമായിട്ട് സെക്രട്ടറിയുടെ ഒരു മുൻകൈ എടുക്കുന്ന കാരണം കൊണ്ട് നമുക്കൊരു MRI ഇവിടെ സ്ഥാപിക്കാനും ആ സ്ഥാപിച്ചതിന് ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പേഷ്യൻസിന് അതിൻ്റെ ഗുണം കിട്ടും. നമുക്ക് പല കാര്യങ്ങളും CT എടുത്ത് നമുക്കതൊരു ഫൈനലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ന്യൂറോളജിസ്റ്റ് സംശയം വരുമ്പോൾ MRI എടുത്ത് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കുന്നംകുളത്താണ് ആദ്യമായിട്ട് നമുക്ക് ഓൺകോളജി വിഭാഗം ആരംഭിക്കാൻ പറ്റിയത്. നമുക്ക് ക്യാൻസറിൻ്റെ ചികിത്സ മാത്രമല്ല, ക്യാൻസറിനെ കണ്ടുപിടിക്കൽ, IP, കിടത്തി ചികിത്സ, OP, കീമോതെറാപ്പി, ഈവൻ ക്യാൻസറിൻ്റെ എല്ലാവിധ സർജറികളും ഒരു ക്യാൻസർ വിഭാഗത്തിൽപ്പെട്ട ഒരു 75% സർജറികളും ചെയ്യാൻ പറ്റാവുന്ന സംവിധാനം അതിന് പറ്റിയ ഡോക്ടർമാർ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ മിഷനറി എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ഒരു അപ്ഡേഷനും ഇതിന് മെയിനായിട്ടുള്ള കാര്യമാണ്. അതെന്തായാലും ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹോസ്പിറ്റലിൽ നടത്തി കൊണ്ടുപോകാൻ പറ്റും. ഇനി അടുത്ത ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ സംരംഭങ്ങൾ, പുതിയ ഈ ഹോസ്പിറ്റലിൻ്റെ ഈ വളർച്ചയെ കൂടെ ഇനി പുതിയതായി എന്തൊക്കെയാണ് ആരംഭിക്കാനായിട്ട്? നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന നമ്മൾ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഈ മാസം ഡിസംബർ മാസം 15 കൂടി ആരംഭിക്കുകയാണ്. അതിൽ ഏത് ഒരു കാഷ്വാലിറ്റിയിൽ വന്നൊരു പേഷ്യൻസിന് എന്ത് തരത്തിലുള്ള പേഷ്യൻ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് അവരെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഡോക്ടേഴ്സുള്ളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. പ്ലസ് നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജൻ 15 ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് രണ്ട് മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന 2 കാര്യങ്ങൾ. മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നമുക്കുന്നുണ്ട്. ഗ്യാസ്ട്രോ നമ്മൾ ഒന്നും കൂടി വിപുലീകരിക്കുന്നതായി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത്. തിയേറ്റർ കോംപ്ലക്സ് സെക്ടറിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും റീസെൻ്റ്ലി ആയിട്ട് ആരംഭിക്കാൻ പോകുന്നത് ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നുണ്ട്. പ്ലസ് ട്രോമ നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അത് ന്യൂറോ സർജറിയാണ്, നമ്മൾ സർജറി ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഫുൾ ഫ്ലഡ്ജ് നമുക്ക് തിയേറ്റർ കോംപ്ലക്സിൽ വർക്ക് ചെയ്യുന്നതോടെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജൻ ഈ കുന്നംകുളത്ത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജറികൾ അധികമാരും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കുന്നംകുളത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 15 മുതൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജറി ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ CT, MRI ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വന്നതാണ്. ഒരു AI ഫെസിലിറ്റിയോട് കൂടിയ ഏറ്റവും പുതിയ MRI സ്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ റേഡിയോളജി വിഭാഗം നല്ല രീതിയിൽ പ്രമുഖരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നതാണ്. അതിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് ഒരു 4D HQ ഷിയർ 5 ഫെസിലിറ്റിയുള്ള ഒരു സ്കാനിങ് മെഷീൻ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. നമുക്കതിനുള്ള ഉപയോഗം എന്ന് പറയുന്നത് എയർലി ഡിറ്റക്ഷൻ, ഇൻ്റർപ്രിറ്റേഷൻ എല്ലാം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു മിഷൻ നമുക്കത് സ്വന്തമാക്കിയെടുക്കാൻ സാധിക്കലുണ്ടായി. പിന്നെ നമ്മൾ ഇപ്പോൾ അടുത്തിടെ നമ്മൾ പാത്തോളജി വിഭാഗം ആരംഭിച്ചു. അത് നമുക്കൊരു പുറമേക്ക് അയച്ച് ടെസ്റ്റ് റിസൾട്ട് വരുന്ന ഒരു വെയിറ്റിംഗ് ടൈം നമ്മൾ ലഘൂകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്നൊരു സ്ലൈസുകളൊക്കെ നോക്കി കൊടുക്കാൻ വേണ്ടി ഫുൾ ടൈം പാത്തോളജിസ്റ്റിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 2002 നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ് നമ്മൾ ആരംഭിക്കുന്നത്. അന്ന് നമ്മളൊരു സെക്രട്ടറി സക്സൻ സാറിൻ്റെ പിതാവായ സെക്രട്ടറിയുടെ ഒരു ആഗ്രഹം പോലെ നമ്മൾ തുടങ്ങിയത്. നമുക്ക് അന്നൊരു 6 ബെഡുള്ള ഒരു മിഷൻ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയപ്പോൾ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 മണിക്കൂറും സുസജ്ജമായ ഡയാലിസിസ് യൂണിറ്റ് നമുക്കുണ്ട്. എനിക്കത് ധൈര്യത്തോട് പറയാൻ പറ്റും. വേറെ ഒരു ഹോസ്പിറ്റലിൽ 24 മണിക്കൂർ നൈറ്റ് എമർജൻസി ഡയാലിസിസ് പോലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പുറമെ പല ഹോസ്പിറ്റൽസിലും പല സംഘടനകളുടെ കീഴിലും ചെയ്യുന്ന ഡയാലിസിസ് പേഷ്യൻസ് രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ നമ്മൾ ഡയാലിസിസ് ചെയ്യാനും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചാരിറ്റി ആയിട്ടാണ് സെക്രട്ടറി ഭാഗത്തുനിന്ന് മുൻകൈയോടെ ചാരിറ്റി ആയിട്ടാണ് കൂടുതൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത് എടുത്തു പറയത്തക്കേണ്ട ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നിലവിൽ ആധുനിക സൗകര്യമുള്ള ബ്ലഡ് ബാങ്ക് കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുണ്ട്.
അത് ഒരുപാട് പണ്ടെല്ലാം ബ്ലഡ് നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. ഇന്ന് തൃശ്ശൂരൊന്നും പോകണ്ട, അതിനുവേണ്ട എല്ലാ ആരോഗ്യശ്രീയിലെല്ലാം സ്റ്റോറിങ് ഫെസിലിറ്റിയും അത് ഇനിയും ബ്ലഡ് ബാങ്ക് വിപുലീകരിക്കാനുള്ള നടപടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്തെല്ലാം ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം, ബ്ലഡ് ബാങ്കിൻ്റെ അതിൻ്റെ ഇനിയും ഡിപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങാനുണ്ട്. അത് തുടങ്ങി അത് ആ ലെവലിൽ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് വരികയാണ്. പ്രത്യേകിച്ച് ലാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിപുലമായ ഒരു സംവിധാനത്തോടെ ലാബിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാത്തോളജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്തോളജിക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഡോക്ടറെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫുൾ ടൈം ഡോക്ടറായിട്ട് നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം ഒന്നും കൂടി അതിൻ്റെ സുതാര്യമായിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ബയോപ്സി എല്ലാം നമുക്ക് പുറത്ത് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതെല്ലാം മാറ്റിയെടുത്ത് അതിനുള്ള മിഷൻ എടുത്ത് ഒരു വലിയൊരു ലാബ് നമ്മളിപ്പോൾ ഒരു പുതിയ ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 1.5 മാസത്തിനുള്ള ലാബിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ പൂർത്തീകരിച്ച് ഒരു ടെസ്റ്റിനും പുറത്തു പോകാത്ത രീതിയിൽ അത് 2 ഗുണം കാണുന്നത്. കാരണം ആ ജസ്ട്രേഷൻ പീരീഡ് നമുക്ക് ഒരു ടെസ്റ്റ് റിപ്പോർട്ട് എഴുതി ബ്ലഡ് എഴുതി പുറത്ത് പോയി വരേണ്ട സംവിധാനങ്ങളില്ല. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നീട് എനിക്ക് പറയാൻ ഏറ്റവും ഹൈലൈറ്റ് നിൽക്കേണ്ടത് ഞങ്ങളിപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടോക്കൺ ബുക്കിംഗ് അതിൻ്റെ ക്യാഷ് റെമിറ്റൻസിലുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ബുക്കിംഗ് ഓൾറെഡി തുടങ്ങി. അത് ജനങ്ങൾക്ക് വലിയ സൗകര്യമാണ്. അപ്പോൾ രോഗിക്ക് ഇവിടെ വന്ന് കാത്തിരിക്കേണ്ട സമയമില്ല. അപ്പോൾ ഇവിടെ വന്ന് ആ സമയത്തിന് നോക്കി വന്നാൽ മതി. അത് നമുക്ക് പറയാം മലങ്കരയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടിപ്പോൾ ഉള്ളത്, എപ്പോൾ ഒരു ഡോക്ടറെ മെയിൻ ഡോക്ടേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ 1 മാസത്തേക്ക് ടിക്കറ്റ് ഇല്ല അങ്ങനെ പറയുന്ന സംവിധാനം വരുന്നുണ്ട്. നിങ്ങൾ അതിനും തരണം ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാരെന്നെ കുറച്ചും കൂടി ടൈം കൂട്ടി, പണ്ട് ഉച്ച വരെ ഇരുന്ന ഡോക്ടറായിരുന്നെങ്കിൽ അത് രാത്രി വരെ ഇരിക്കാൻ സംവിധാനമില്ല. അങ്ങനെ കൂട്ടി ഇവിടെ ടോക്കൺസ് അതാത് ദിവസത്തിൽ കൊടുക്കാനുള്ള ശ്രമം നടന്നു. എങ്കിലും ടോക്കൺ കൊടുക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നത്. അത് ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ അതൊരു ഒരു രോഗി എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതൊന്ന് തരണം ചെയ്തിട്ട് വരുന്ന എല്ലാവരും ഉൾക്കൊണ്ട് ചെയ്യാൻ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു വരികയാണ്. അത് എത്രയും പെട്ടെന്ന് അതിനുള്ള പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കാൻ ആളില്ല. വൈസ് സ്റ്റാൻഡറായിട്ട് ഒരാൾ കൂടെ മലങ്കരയിൽ വന്നു രോഗി എടുക്കണം. അപ്പോൾ രോഗിക്ക് കൂടെ നിൽക്കാൻ ഒരാളില്ലെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ അടുത്ത കാലത്ത് മലങ്കരയിലുണ്ട്. അപ്പോൾ ഒരു 1200 രൂപ കൊടുക്കുകയാണെങ്കിൽ കൂടെ ആ രോഗിക്ക് കൂടെ ആരും നിൽക്കാനില്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം മലങ്കരയുണ്ട്. അതുപോലെ തന്നെ മരുന്നുകൾ പണ്ട് കാലത്ത് മെഡിസിൻ ഫാർമസിയിൽ റഷ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ മരുന്നുകളെല്ലാം റൂമുകളിലേക്ക് തന്നെ എത്തിക്കാനുള്ള സമയം ചെയ്യുന്നത്. അങ്ങനെ എന്തെല്ലാം പോരായ്മകളുണ്ട്. അത് ഡെയിലി മീറ്റിംഗ് കൂടിയിട്ടും അതിൻ്റെ സെക്ഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ മീറ്റിംഗ് കൂടി അതിന് ഫുൾ ഫ്ലഡ്ജ്ഡായിട്ട് മലങ്കര മെഡിക്കൽ ഹോസ്പിറ്റൽ എങ്ങനെ പ്രൊഫഷണലായിട്ട് വലിയ ഹോസ്പിറ്റൽ വേറെ ഞാൻ പറയുന്നില്ല, എങ്ങനെ പ്രൊഫഷണലായിട്ട് നടക്കുന്നു. ഇനി ഐപാഡ് വെച്ച് പ്രിസ്ക്രിപ്ഷൻ തന്നെ ഡോക്ടേഴ്സ് ഐപാഡിൽ എഴുതി നേരിട്ട് ഫാർമസിയിൽ പോകാൻ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം ടെക്നോളജിയുടെ ഒപ്പം തന്നെ ആധുനിക സജ്ജീകരണം കൂടി നൽകാമെന്നാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ രോഗിയെ കിട്ടുന്ന ടെക്നോളജി മാത്രമല്ല, നല്ല ചികിത്സ ടെക്നോളജി വിത്തൗട്ട് ഡിലേ, അത് തന്നെ എല്ലാ സൗകര്യങ്ങളും വിരൽത്തുമ്പിൽ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ആ വിരൽത്തുമ്പിലേക്ക് പോകേണ്ട സംവിധാനങ്ങളിൽ പോവുകയാണ്. പിന്നെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളോടും എനിക്ക് പറയാനുള്ള ഈ സമയത്തേക്ക് പറയേണ്ടതാണ്. ഞാൻ ഡോക്ടേഴ്സ് ഫെറ്റർണിറ്റി മാത്രമല്ല, പാരാമെഡിക്കൽ സ്റ്റാഫും നേഴ്സസ്, വാർഡ് ബോയ്സ് എന്ന് വേണ്ട, സെക്യൂരിറ്റീസ് വേണ്ട, നഴ്സിംഗ് സൂപ്രണ്ടുകൾ, അങ്ങനെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന വാർഡ് സെക്രട്ടറിമാർ, ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇൻഫെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാം കൂടി ഒരു കുടുംബത്തിൽ എങ്ങനെ ഒരു ഫാമിലി ജോയിനിങ് ഉള്ള മാതിരി ഒരു ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം സെക്രട്ടറി സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യമാണ്. അത് ഇനിയും അത് ഒന്നുകൂടി ബൗണ്ടിങ് ആയിട്ട് ഈ മലങ്കര ഹോസ്പിറ്റലിലെ ഉയരത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിൻ്റെ സെക്രട്ടറി എനിക്ക് ഇരിക്കില്ല. അത് നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ പിന്തുണ ഈ മലങ്കര ഹോസ്പിറ്റലിൽ എന്നും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയുടെ ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിനെ കൂടെ കൊണ്ടുവന്ന് നഴ്സിംഗ് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം കൂടെ ഇവിടെയുണ്ട്. എന്താണ്? നമ്മളിപ്പോൾ GNM തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പോൾ നമുക്ക് GNMൽ 15 സീറ്റ് ഇപ്പോൾ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. അതിനുമുപരി നമ്മളിപ്പോൾ ഒരു BSc നേഴ്സിംഗ് കോളേജുണ്ട്. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ കൊടുത്തു. കഴിയുകയാണെങ്കിൽ ഈ വരും വർഷത്തിൽ BScക്ക് ഒരു 50 സീറ്റോട് കൂടിയിട്ടുള്ള ഒരു BSc നേഴ്സിംഗ് കോളേജ് തുടങ്ങണമെന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം, അതിലെ സഭയുടെ ആഗ്രഹം. അതിൽ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ നമുക്കറിയാം കുട്ടികളെല്ലാം ഇപ്പോൾ മറ്റു സ്റ്റേറ്റിൽ പോയി പഠിക്കുന്ന ഒരു പരിസ്ഥിതിയാണെന്നുള്ളത്. അത് നമ്മുടെ ഗവൺമെൻറ് പോളിസിയുടെ ബുദ്ധിമുട്ടുകളാണ്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലഭിക്കാനുള്ള കാലതാമസങ്ങൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഡിലേഡ് പ്രോസസ്സായി കാരണം ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ പുറത്തെല്ലാം പഠിച്ച് വലിയ സംഖ്യയിലുള്ള പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. അതൊന്നല്ല, ഇവിടെ നമ്മുടെ മലങ്കര മെഡിക്കൽ മിഷനിലെ BSc വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
അങ്ങനെ ഒരു ചിലവൊന്നും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റാവുന്ന ഒരു പരിസ്ഥിതിയിൽ കൊണ്ടുപോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡിക്സൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ട്രോമാ കെയർ യൂണിറ്റിൽ നിന്ന് പറയുമ്പോൾ ഒരു വിപുലമായ യൂണിറ്റ്, നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 100 ബ്ലഡെങ്കിലും ഇടാവുന്ന സൗകര്യത്തോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് ഇവിടുന്ന് ഒരു കാഷ്വാലിറ്റി ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ വേറെ എവിടെയും പോകാത്ത രീതിയിലുള്ള ചികിത്സ, ആധുനിക ചികിത്സാ രംഗത്ത് തന്നെ അത് വലിയൊരു എമർജൻസി മെഡിസിനും അതിന് ചെറിയ ഒ പി മൈനർ ഒ ടി തിയേറ്റർ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ലാമിനാർ തിയേറ്റർ എന്ന് പറയാം, ലേറ്റസ്റ്റ് ടെക്നോളജി തിയേറ്റർ. അതിന് 2 തിയേറ്റർ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി വർക്ക് നടന്നു. ന്യൂറോ സർജറിക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ള ICU യൂണിറ്റ്, സെപ്പറേറ്റ് ICU യൂണിറ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് മെയിനായിട്ട് മേജറായിട്ട് ഹൈലൈറ്റ് ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വന്നാലും ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഇവിടെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്. കഴിഞ്ഞ ഒരു വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് രോഗികൾ തൃശ്ശൂരിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്നു, എടപ്പാളിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്നു. പണ്ട് കുന്നംകുളത്ത് കേസ് വന്നാൽ അങ്ങോട്ട് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുന്നംകുളം മലങ്കര മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് റെഫേർഡ് കേസുകളാണ്. വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നെല്ലാം റെഫേർഡ് കേസുകൾ വരുന്നു. ഇപ്പോൾ നമുക്ക് ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലെ 2 സർജന്മാർ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. 2 പേരും തൃശ്ശൂരിൽ വലിയ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവിടെ വരുന്നത്. നേരത്തെ ഡിക്സൺ പറഞ്ഞ പോലെ തന്നെ സർജറിക്കുള്ള മറ്റേ ഗാസ്ട്രോൻ്റെ ആൾക്കാരിവിടെ വരുന്നുണ്ട്. ന്യൂറോ സർജറിക്കുള്ള ഫെസിലിറ്റി, അതിനുള്ള ടീച്ചേഴ്സും കാര്യങ്ങളും വരുന്നു. അങ്ങനെ ലിഫ്റ്റ് സമ്പ്രദായം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ആദ്യകാലം 2 ലിഫ്റ്റ് വരുന്നു. ഇപ്പോൾ ഒരു 30,000 ബിൽഡിങ്ങിൻ്റെ സ്ക്വയർ ഫീറ്റിൽ പുതിയ ബ്ലോക്ക് ഓൾറെഡി ഫൈനലൈസേഷൻ, നമുക്കറിയാം അടുത്ത മാസം അതിന് ഇനാഗ്രേഷൻ നടക്കും. അങ്ങനെ ആദ്യ രീതിയിൽ എന്തെല്ലാം ചികിത്സ സമ്പ്രദായം, ഇപ്പോൾ നേരത്തെ പീഡിയാട്രിക് ICU ഉണ്ടായിരുന്നില്ല, ICU ഉണ്ടായിരുന്നു. ഇപ്പോൾ പീഡിയാട്രിക് കുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു ICU ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ കീമോതെറാപ്പി പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ ഈ നമുക്ക് ഈ പറഞ്ഞ മാതിരി ക്യാൻസറിൻ്റെ കാര്യങ്ങൾക്കുള്ള ആധുനിക മിഷനറി, ക്യാൻസറിൻ്റെ ക്യാൻസർ സർജറി നടക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ സർജൻ പുതിയതായി വരുന്ന സർജൻ അതും കൂടി ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ സർജറി ചെയ്യാവുന്ന, അങ്ങനെ ഏത് ഒരു കേസുകൾ വന്നാലും ഇവിടുന്ന് പുറത്ത് പോകാത്ത മതി. പിന്നെ നമുക്ക് വേണ്ടത് റൂമറ്റോളജി നിങ്ങൾ നോക്കുന്നുണ്ട്, അതിൻ്റെ നിയോണോട്ടോളജി കുട്ടികളുടെ അത് വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ കുട്ടികൾ ഇപ്പോൾ ഒരു 1 കിലോ വരുന്ന തൂക്കം വരുന്ന കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 850 ഗ്രാമുള്ള കുട്ടിയാണ് നമുക്ക് നോക്കാൻ പറ്റാത്ത സാഹചര്യം. ഇന്നതല്ല, തൃശ്ശൂർ മറ്റു സ്ഥലത്ത് പോകാണ്ട് തന്നെ ആ കുട്ടികൾ ചെറിയ ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആധുനിക സൗകര്യ മിഷനറികളും നമ്മൾ എക്യുപ്ഡാണ്. അങ്ങനെ എന്തെല്ലാം തരത്തിൽ നമുക്ക് ടെക്നോളജിയും കൂടി കോമേഴ്സ്, ഇന്നറിയാം ടെക്നോളജി വലിയൊരു പാർട്ട് ഇന്ന് മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി ചേർന്ന് പിന്നെ ഞങ്ങൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ട്, JNM പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. ഒരുപാട് കുട്ടികൾ പുറത്തുനിന്ന് വന്ന് നഴ്സിംഗ് സ്കൂളിൽ നിന്നെല്ലാം വന്ന് ഇവിടെ പഠിക്കുന്നുണ്ട്, അവർ ട്രെയിനിങ്ങിന് വരുന്നുണ്ട്. 550-ൽ പരം ഈ മേഖലയിൽ തൊഴിൽ സാധ്യത, അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഘടകമാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാത്തൊരു കാലഘട്ടത്തിൽ മലങ്കര മെഡിക്കൽ മിഷനിൽ എല്ലാം കൊണ്ടുവന്ന്, ഇപ്പോൾ നേരത്തെ ഞങ്ങൾ ഈ നഴ്സിംഗ് സമരത്തിൻ്റെ കൂലി പറഞ്ഞ ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഈ കുന്നോളം മലങ്കര മെഡിക്കൽ മിഷനിലാണ് അതിൻ്റെ തീരുമാനം കൈക്കൊള്ളുകയും അവരുടെ കോൺഫറൻസ് എടുത്തു. നമുക്കറിയാം ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെയും കോൺഫറൻസ് എടുത്തുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു ഫാമിലി മലങ്കര കുടുംബം പറഞ്ഞാൽ മലങ്കര കുടുംബം ആ ഫെറ്റേണിറ്റി ഡോക്ടേഴ്സ് ഫെറ്റേണിറ്റി എല്ലാവരും വളരെ ഹാർഡ് വർക്കാണ്. എല്ലാവരും വളരെ ഹാർഡ് വർക്കോട് കൂടിയിട്ട് ഇന്ന് മലങ്കര മെഡിക്കൽ മിഷൻ, ഇതിൽ ആർക്കൊരു പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. ഇത് കുന്നംകുളത്തുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുന്നംകുളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എല്ലാം ഒരു കൈത്താങ്ങ്, വളരെ ചുരുങ്ങിയ ചിലവിലുള്ള അത് ഒരു ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ഒരു രോഗി ബില്ല് വന്നാൽ അത് വാങ്ങിച്ച് കൊടുത്തു പോകുന്നില്ല. ഇവിടെ അതല്ല, ഇതിന് മാനേജ്മെൻറ്റിനെ കാണാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആദ്യം കാണാം, അദ്ദേഹത്തിന് ചെയ്യാവുന്നതിനും ചെയ്തു കൊടുക്കും. ഇല്ല അതിൻ്റെ മേലെ സെക്രട്ടറി കാണണമെങ്കിൽ സെക്രട്ടറി കാണാം. നമ്മൾ അതിനെല്ലാം നമ്മൾ ഡിസ്കൗണ്ടായിട്ടും കാര്യങ്ങളായിട്ടും, ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ശരിയല്ല, വലിയൊരു സംഖ്യ നിങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ട് ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ക്യാൻസർ സംബന്ധമായ ബ്രസ്റ്റ് ക്യാൻസറിനെ വേണ്ടി ആ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യേണ്ട വലിയ വില വരുന്നതാണ്. അതിൻ്റെ നടപടിയിലേക്ക് നിങ്ങൾ കിടന്നിരിക്കുക. നേരത്തെ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ ആർത്രോസ്കോപ്പി, അത് 4K ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ വളരെ ചുരുങ്ങിയ സാധനങ്ങളാണ് മലങ്കരയിൽ ഇനി ഇല്ലാത്തതുള്ളൂ. അതും ഞങ്ങൾ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ 1-2 മാസത്തിനുള്ളിൽ ഈ തിയേറ്റർ കോംപ്ലക്സെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ സാധ്യമാക്കണം എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും എല്ലാവരുടെയും ആഗ്രഹം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ
അതിൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു എന്നാണ്. സ്പോർട്സ് മെഡിസിൻ പ്ലസ് ആർട്രോസ്കോപ്പി നമ്മുടെ കുന്നുകുളത്ത് തന്നെ അതിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഡോക്ടർ നമുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അത് പ്രവർത്തനം ആരംഭിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ഈ OT കോംപ്ലക്സിൽ നമുക്കൊരു ഐൻ്റെ ഒരു സർജറി നമുക്കിവിടെ ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ സെക്രട്ടറി പ്രകാരം നമുക്കൊരു ഐൻ്റെ ഒരു OT തിയേറ്റർ അവിടെ പണിയുന്നുണ്ട്. പിന്നെ മറ്റുള്ള വിഭാഗങ്ങൾ പറഞ്ഞ പോലെ ENT, പീഡിയാട്രിക് ICU സെക്രട്ടറി ഓൾറെഡി സൂചിപ്പിച്ചു. അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും ന്യൂറോക്കെ നമുക്ക് ഫുൾ ഫ്ലഡ്ജാണ്. 24 മണിക്കൂറും ഒരു ന്യൂറോളജി വിഭാഗത്തിൻ്റെ സേവനം ലഭിക്കുന്ന ഒരു ആശുപത്രി കുന്നുകുളത്ത് നമ്മുടെ മലങ്കര ഹോസ്പിറ്റൽ മാത്രമാണ്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും മെയിനായിട്ട് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ ആധുനീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ നമ്മുടെ മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? അതിനെപ്പറ്റി ഒരു വിശദീകരണം. ഞങ്ങൾ 2 തരത്തിലാണ്. ഒന്ന്, മാക്സിമം പ്രൊഫഷണൽ കെയർ അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. പ്രൊഫഷണൽ കെയറും എത്രയും നന്നായിട്ട് കൊടുക്കുക, അതിന് നല്ല ചികിത്സ കൊടുത്ത് എത്രയും ജനങ്ങൾക്ക് താങ്ങാത്ത രീതിയിലുള്ള അങ്ങനെ ഒരു ക്യാപ്ഷനാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്നത് നമുക്ക് ഈ ഏത് ചികിത്സാ രംഗത്തും ഡോക്ടേഴ്സായാലും അവരുടെ നല്ല ചികിത്സ കൊടുക്കാമെന്ന് മാത്രമല്ലോ. ഇതിനുള്ള ദൈവാശ്രയം, ദൈവത്തിൻ്റെ ആശ്രയം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ മോട്ടോ തന്നെ വി ട്രീറ്റ് ഗോഡ് ഹീൽസ് എന്നാണ്. നിങ്ങളുടേതായ ഡോക്ടേഴ്സ് അവരായി പങ്കു നൽകുന്നു, അത് ദൈവം അതിനുള്ള ബലം തരുന്നു. വി ട്രീറ്റ് ആൻഡ് ഗോഡ് ഹീൽസ് എന്നാണ് നിങ്ങളുടെ മെയിൻ മോട്ടോ. അത് പ്രൊഫഷണൽ കെയർ അറ്റ് അഫോർഡബിൾ പ്രൈസ്, അഫോർഡബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ആണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിലുമുപരി മലങ്കര ഹോസ്പിറ്റൽ ആക്കിയിട്ടുള്ളത് ഈ കുന്നംകുളത്തെ ജനങ്ങളാണ്. കുന്നംകുളത്തും മാത്രമല്ല, കുന്നംകുളത്തെ പ്രാന്തപ്രദേശങ്ങളിൽ പാന്നിത്തണം, എരുമപ്പെട്ടി എന്നുള്ള ജാതി മതഭേദം, പ്രത്യേകിച്ച് ഞങ്ങളുടെ പേഷ്യൻ്റ് ലിസ്റ്റ് എടുത്താൽ കൂടുതൽ ക്രിസ്ത്യൻസ് അല്ല, മറ്റു മതത്തിൽ നിന്ന ആൾക്കാരാണ്. ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരു സ്വന്തം വീട്ടിലേക്ക് വരുന്ന, നിങ്ങളിങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞാൻ ഡിക്സനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു 23-24 വർഷമായി. അദ്ദേഹത്തിൻ്റെ ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വൈസ് കൂടെ വന്നിട്ടുള്ള ആരാണ്, രോഗി ആരാന്നൊരു 80% പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം. കാരണം അത്രയധികം നമ്മൾ പ്രൊഫഷണൽ കെയർ കൊടുക്കുന്നത്. അവർക്ക് ഇവിടെ വന്നൊരു ഫാമിലിക്ക് വന്നു, ഞങ്ങളുടെ കാര്യം നോക്കാൻ മലങ്കര ഹോസ്പിറ്റലുണ്ട്. ആ കാര്യത്തിൽ എന്നും നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം നിങ്ങളുടെ ആഗ്രഹം. കാരണം ജനങ്ങളാണ് ഇതെല്ലാം വിളയുമ്പോൾ, ജനങ്ങളുടെ സപ്പോർട്ട്, ജനങ്ങളെ അർപ്പിച്ചിട്ടുള്ള നിങ്ങളോടുള്ള വിശ്വാസം. മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ജനങ്ങളുടെ വിശ്വാസമാണ് ഇന്നത്തെ മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. അതാണ് എനിക്ക് തറപ്പിച്ച് പറയാനുള്ളത്. കാരണം ആ വിശ്വാസം നഷ്ടപ്പെടാൻ നിങ്ങൾ ഒരു കാലത്ത് സംഭവിക്കില്ല. നമുക്കറിയാം ഹോസ്പിറ്റലാണ് ചില സാങ്കേതിക കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് എന്ത് വന്നാലും വേണ്ടില്ല, മലങ്കര ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾ അതിൽ ഒരേ ദിവസം കിട്ടും. ഞാനിവിടെ ചാർജ് എടുത്ത് സെക്രട്ടറി നൽകി ചാർജ് 1 വർഷമായി. ഞാൻ അതിൻ്റെ ഒരു വളർച്ച ഒരേ തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയായി. കാരണം വരുന്ന കാലത്തുണ്ടായിരുന്ന പേഷ്യൻസ് ലെവലല്ല എന്ന്. ഓരോ ദിവസവും ഓരോ വിഭാഗം തുടങ്ങാനും പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും പുതിയ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാനും എല്ലാവരും കൂട്ടായ്മകളും അങ്ങനെ ഒരു കുടുംബം എങ്ങനെ പ്രവർത്തിക്കും? മലങ്കര കുടുംബം ഇന്ന് കുന്നംകുളത്തിൻ്റെ എല്ലാ മേഖലയിലും, ഒരു മേഖലയിലല്ല, ആതുര സേവന രംഗത്ത് മാത്രമല്ല, ചാരിറ്റി പ്രവർത്തന മേഖലയിലായാലും വേണ്ടില്ല, മറ്റെല്ലാ മേഖലയിലും നിൽക്കുന്ന ഈ പ്രത്യേകിച്ച് പ്രകൃതിപരമായ ഈ കുന്നത്ത് അടുക്കുട്ടിയിൽ നിന്നും നമുക്കറിയാം ഗൗരീസ് പുണ്യാളൻ നിങ്ങളുടെ പള്ളികളോട് ചുറ്റപ്പെട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കോൺവെൻ്റ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെ വരുമ്പോൾ. നമ്മളൊരു റിസോർട്ടിൽ പോയി മാതിരിയുള്ള ഒരു അന്തരീക്ഷം ലഭിക്കാൻ തക്ക രീതിയിലാണ് മലങ്കര മിഷൻ്റെ സ്ഥാനം. ആ ദൈവാനുഗ്രഹം, ദൈവകൃപ പെരുമല തിരുമേനിയുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെയും ഇതിന് മുൻ പ്രവർത്തിച്ച സെക്രട്ടറിമാരുടെയും ട്രഷറർമാരുടെയും ഓരോ അംഗങ്ങളിലെയും ഒരു പ്രാർത്ഥനയും അവരുടെ ഉപദേശവും അവരുടെ സഹകരണവും അവരുടെ വേർപ്പും എല്ലാം ഇത് ഒരു ഇൻഡിവിജ്വലിൻ്റെ വ്യക്തിയുടെ ഒന്നല്ല. ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി പോണത് ഈ മലങ്കരയ്ക്ക് തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ലാഭമുണ്ട് മലങ്കരയ്ക്കാണ്, മലങ്കരനെ റീഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇത് വലിയൊരു ഹോസ്പിറ്റലാക്കി എല്ലാം കൂടി ഭാവിയിൽ നമുക്ക് പറയുമ്പോൾ എന്തുകൊണ്ട് പറയാമല്ലോ, ഈ ഭാവിയിൽ ഇത് ഏറ്റവും ഉയരത്തിൽ ഏത് ലെവലിൽ എത്തുന്ന പറയാൻ ഞാൻ പ്രാപ്തനല്ല. എങ്കിലും വരും കാലങ്ങളിൽ ഇപ്പോൾ സെക്രട്ടറി മാറാം, ഇതിനാൾക്കാർ കൊണ്ട് പ്രായം മാറും, എല്ലാവരും മാറി വരും. എങ്കിലും ആര് മാറി വന്നാലും മലങ്കര ഹോസ്പിറ്റലിൽ എന്നും നിലക്കും. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം കൂടി മലങ്കര ഹോസ്പിറ്റലുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സെക്രട്ടറി ഇവിടെ പറയേണ്ടായി,
ജനങ്ങളുടെ വിശ്വാസത്തിൽ ഊന്നിയാണ് മലങ്കരയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന്. അതുപോലെ തന്നെ അയൽ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ മലങ്കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. ആ വാക്കുകൾക്കെല്ലാം നമ്മൾ മുന്നിൽ കാണേണ്ടത് എന്തെന്നാൽ, ഇനി മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഇപ്പോൾ കുന്നംകുളത്താണ് നിലനിൽക്കുന്നതെങ്കിലും വരും നാളുകളിൽ കുന്നംകുളത്തല്ലാതെ ബാക്കി തൃശ്ശൂർ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ അയൽ ജില്ലകളിലേക്ക് പോലും മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ വ്യാപിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാം.